മഹത്വപ്പെടുമാറാവട്ടെ. May the name of the Lord be glorified. വീണ്ടും ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവം എനിക്ക് സൗഖ്യവും ആരോഗ്യവും തന്നതിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. I thank God for giving me the health and the healing and to stand before you once again with the Word of God. ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ആദ്യമായിട്ട് ഞാനൊരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 24 വായിക്കാം. As part of today's message, I would like to begin by reading Matthew chapter 19 verses 24. അവിടെ നാം വായിക്കുന്നത് പ്രകാരമാണ്: ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം. It says in that verse, Matthew chapter 19 verse 24, and again I say to you, it is easier for a camel to go through the eye of a needle than for a rich man to enter the kingdom of God. Matthew chapter 19 verse 23 കൂടി നമുക്കൊന്ന് വായിക്കാം. verse 23 അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്: യേശു തൻ്റെ ശിഷ്യന്മാരോട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. In Matthew chapter 19, the preceding verse, which is 23, Then Jesus said to his disciples, "Assuredly I say to you that it is hard for a rich man to enter the kingdom of heaven." ഇവിടെ തിരുവചനം പറയുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. The Word of God reminds us it is quite hard for a rich man to enter the kingdom of heaven. യേശുവും തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നാണ് നാം വായിച്ചത്. Jesus said to his disciples, "Assuredly it is quite difficult and hard for a rich man to enter the kingdom of heaven." തിരുവനന്തപുരത്ത് നമുക്ക് മറ്റൊരു ഭാഗം വായിക്കാം. ജോബ് ചാപ്റ്റർ 34 verse 7 വായിക്കാം. ജോബ് 34:7. Please turn with us to Job chapter 34 verses 7. അവിടെ നാം വായിക്കുന്നത് പ്രകാരമാണ്: യോബിനെ പോലെ ഒരാളുണ്ടോ? It says in that chapter, "What man is like Job?" ദൈവവചനം പറയുന്നു, ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് വളരെ പ്രയാസം തന്നെ എന്നാണ് നാം വായിച്ചത്. We read at the beginning it is quite difficult or hard for a rich man to enter the kingdom of heaven. എന്നാൽ അതിന് തികച്ചും അപവാദമായിരുന്നു ധനവാനായിരുന്ന യോബ്. It is quite contradicting with what we see in the life of Job. യോബിനെ പോലെ ഒരാളുണ്ടോ എന്നാണ് ദൈവവചനം ഇവിടെ പറയുന്നത്. The Word of God is reminding us, is there any man like Job? ഈ യോബിന്റെ ജീവിതം എൻ്റെ ജീവിതമായിട്ട്, ഞങ്ങളുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജീവിതമാണ്. I consider the life of Job to have some parallelism or similarity to my life, the speaker's life. ഞങ്ങളുടെ കാനഡയിലേക്ക് വന്ന സമയത്ത് ഒരു കഷ്ടതയിലേക്കാണ് ഞങ്ങൾ വന്നിറങ്ങിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. When we moved into Canada, you all know that we went through some difficulties. ആ സന്ദർഭത്തിൽ, ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു വ്യക്തിയായിരുന്നു ഈ യോബ്. When we went through the difficulties as we transitioned into Canada, the character that gave me some strength in my faith is the character of Job. അതുകൊണ്ട് ഈ യോബാണ് ഇന്നത്തെ എൻ്റെ പ്രസംഗ വിഷയം. So today Job will be our center character for the message. നമുക്ക് യോബിന്റെ പുസ്തകം ജോബ് ചാപ്റ്റർ 1 verse 1 ഒന്ന് വായിക്കാം. Please turn with us to Job chapter 1 verses 1. അവിടെ വായിക്കുന്ന പ്രകാരമാണ്: ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടകലുന്നവനും ആയിരുന്നു. Job chapter 1 verses 1, there was a man in the land of Uz whose name was Job, and that man was blameless and upright, and one who feared God and shunned evil. ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവൻ മഹാനായിരുന്നു എന്ന് വായിക്കുന്നുണ്ട്.
If you turn to that same chapter, Job chapter 1, verses 3, Job is described as the greatest of all the people of the East. യോബിനെ എഴുത്തുകാരൻ പരിചയപ്പെടുത്തുന്നത് 3 വിധത്തിലാണ്. The writer introduces Job in 3 different ways. ഒന്ന്, അദ്ദേഹം ഊസ് ദേശക്കാരനായിരുന്നു. He belonged to the land of Uz. രണ്ടാമത്, അദ്ദേഹം വളരെ മഹാധനികനായിരുന്നു. He is described as a person who is quite wealthy. മൂന്നാമത്, മഹാനായിരുന്നു. Third, he was the greatest of all. ഇത്തരത്തിലാണ് എഴുത്തുകാരൻ ജോബിനെ പരിചയപ്പെടുത്തുന്നത്. The writer introduces Job in this manner. ഇനി നമുക്ക് ജോബ് ചാപ്റ്റർ 1 വേഴ്സ് 8 ഒന്ന് വായിക്കാം. അവിടെ നാം വായിക്കുന്ന പ്രകാരമാണ്: യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? Same chapter, Job chapter 1 verses 8. Then the Lord said to Satan, "Have you considered my servant Job?" എഴുത്തുകാരൻ യോബിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നാം നേരത്തെ വായിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം യോബിനെ കുറിച്ച് പറയുന്നത് എൻ്റെ ദാസൻ എന്നാണ് യോബിനെ വിളിക്കുന്നത്. We described earlier, the writer of the Job describes Job in 3 different ways, but Lord himself is describing or providing a testimony about Job in Job chapter 1 verses 8. ഇതുപോലെ നാം തിരുവചനം പരിശോധിക്കുമ്പോൾ ദൈവം ദാസൻ എന്ന്, എൻ്റെ ദാസനാണ് ഇവർ എന്ന് വിളിച്ചവർ പലരെയും നമുക്ക് കാണാനുണ്ട്. When we go through the word of God, there are many places in which God has called many people as his servant. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 2 അവിടെ വായിക്കുമ്പോൾ എൻ്റെ ദാസനായ മോശ എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. So in Joshua chapter 1 verses 2, God is addressing Moses as his servant. Moses, my servant. മോശ ദൈവത്തിന്റെ ദാസനായിരുന്നു. Moses was considered and called to be his servant, the servant of the Lord. യോബും ദൈവത്തിന്റെ ദാസനായിരുന്നു. Similar way, Job was also called as the servant of the Lord. ഇനി നമുക്ക് യോബിന്റെ സ്വഭാവവിശേഷങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് പരിശോധിക്കാം. Let's now look into the characteristics of Job. ഒന്നാമതായിട്ട് നാം വായിച്ചത് അവൻ നിഷ്കളങ്കനായിരുന്നു. The first characteristic was he was blameless. ഇക്കാലത്ത് നാം പരിശോധിച്ചു കഴിഞ്ഞാൽ കളങ്കമില്ലാത്തവർ വളരെ വിരളമാണ്. So in the contemporary version, to see people who are blameless is quite hard to see that. എന്നാൽ തിരുവചനം പറയുന്നു യോബ് കളങ്കമില്ലാത്തവൻ ആയിരുന്നു. But the word of God says Job was blameless. നമുക്കൊരു വാക്യം വായിക്കാം. Psalms chapter 101 verse 2. Psalms 101 verse 2. അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും, ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. So Psalm 101 verse 2 says, I will behave wisely in a perfect way. Oh, when will you come to me? I will walk within my house with a perfect heart. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും എന്നാണ്. The psalmist is reminding us, I will walk in the house with a perfect heart. യോബ് നിഷ്കളങ്കനായി. Job was a blameless person. സ്വർഗത്തിൽ നമ്മുടെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. A God who assesses our heart. രണ്ടാമതായിട്ട് യോബിനെ കുറിച്ച് പറയുന്നത് അവന്റെ സ്വഭാവവിശേഷം എന്ന് പറയുന്നത് നേരുള്ളവൻ ആയിരുന്നു. The second characteristic was he was upright about Job. അവൻ നേരായ വഴിയിലൂടെ പോകുന്നവനായിരുന്നു. He was a person who walked in the right path. നാം പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങൾ സാധിപ്പിക്കുവാൻ വേണ്ടി വളഞ്ഞ വഴികൾ സ്വീകരിക്കുന്നവരാണ്. Sometimes we tend to take shortcuts instead of taking the right direction. എന്നാൽ യോബ് എല്ലായ്പ്പോഴും നേരായ വഴിയിൽ തന്നെ പോകുന്നവനായിരുന്നു. But Job maintained his integrity by maintaining the path to be right. നാം പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി പലപ്പോഴും നേര് പറയാറില്ല, കള്ളം പറയാറുണ്ട് പലപ്പോഴും. In order to get some of the things that we want to accomplish, sometimes we may have to lie, we may lie to get the job done. എന്നാൽ യോബ് നേര് മാത്രം പറയുന്നവനായിരുന്നു. But Job was a person who held on to the truth. പണക്കാരനാകാൻ വേണ്ടി പല വളഞ്ഞ വഴികളും പലരും സ്വീകരിക്കാറുണ്ട്. To become wealthy, people take so many different measures. എന്നാൽ മഹാധനികനായിരുന്ന യോബ് ഒരിക്കലും അത്തരം വഴികൾ സ്വീകരിച്ചവനായിരുന്നില്ല.
But Job, being a wealthy man, did not choose any of the paths that were not right in the sight of the Lord. നേരുള്ളവനായിരുന്നു. He always maintained right in the sight of the Lord. ഇനി ഈ നേരുള്ളവരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് Psalms chapter 140 verse 13 ഒന്ന് വായിക്കാം. 140 verse 13. Psalm 140 verse 13 talks about the righteous. Surely the righteous shall give thanks to your name, the upright shall dwell in your presence. അവിടെ നാം വായിക്കുന്നത് നേരുള്ളവർ നിന്റെ സന്നിധിയിൽ വസിക്കും. The righteous, the upright shall dwell in your presence. ദൈവസന്നിധിയിൽ വസിക്കുന്നവനാണ് നേരുള്ളവൻ. The one who yearns to be in the presence of God must maintain his integrity to be upright. നേരുള്ളവർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ വസിക്കുവാൻ കഴിയൂ. Only those who are upright can dwell in the presence of the Lord. മൂന്നാമതായിട്ട് യോബിനെ കുറിച്ച് പറയുന്നത് അവൻ ദൈവഭക്തനായിരുന്നു എന്നാണ് നാം അവിടെ വായിക്കുന്നത്. The third characteristic was he was the one who feared God. വേർപാട് പാലിച്ച് ഭക്തിയോടെ ജീവിക്കുന്നവനായിരുന്നു യോബ്. The one who separated himself to maintain his faith to be the one who feared God. നാമും ഇതുപോലെ ഭക്തിയോടെ ജീവിക്കുന്നവരാണോ എന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. We ought to examine ourselves. Do we maintain that same faith in the concept of fearing God? നാലാമതായിട്ട് യോബിനെ കുറിച്ച് പറയുന്നത് അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. The one who shunned evil or departing from evil. യോസേഫിനെ പോലെ ജീവിത വിശുദ്ധി പാലിച്ചവനായിരുന്നു. The one who was like Joseph, who maintained the integrity of life. ദോഷം അവനിൽ ഉണ്ടായിരുന്നില്ല. There was no evil in him. ഇനി നമുക്ക് യോബ് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയത് എന്തൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കാം. Let's look at some of the aspects of Job's life that revealed as a learning to us. യോബിന് തന്റെ ജീവിതത്തിൽ ഈ കഷ്ടത വന്നപ്പോൾ അവൻ ചിലതൊക്കെയും തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി. Through his suffering, through his hardship, through his life, Job was able to reveal few aspects. അതിൽ ഒന്നാമത് താൻ ആരാണെന്ന് യോബിന് മനസ്സിലായി. He was able to understand who he was through his suffering. നമുക്കൊരു വാക്യം വായിക്കാം. ജോബ് ചാപ്റ്റർ 40 വേഴ്സ് 4 ഒന്ന് വായിക്കാം. ജോബ് 44. Job chapter 40 verses 4. അവിടെ വായിക്കുന്ന പ്രകാരമാണ്, ഞാൻ നിസ്സാരനല്ലോ. ആ ഒരൊറ്റ വാക്യം മാത്രമേ ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ നിസ്സാരനല്ലോ. The first part of that was, behold, I am wild. ഈ കഷ്ടത വന്നപ്പോൾ യോബ് തന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയ ഒരു കാര്യം, അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, താൻ വെറും നിസ്സാരനാണ്. Through his trouble, through his hardships, he understood that he was wild. ഇത് യോബ് മനസ്സിലാക്കി. He understood through his hardship. ഇന്നുള്ള ധനവാന്മാർ ഇത് സമ്മതിക്കുമോ? Let the contemporary wealthy acknowledge this or not? ഞാൻ നിസ്സാരനാണ് എന്ന എത്ര ധനികന്മാർ സ്വയമായിട്ട് പറയും? How many of the wealthy could say that they are wild? ലോകത്തിലെ ധനികന്മാർ വളരെ പൊങ്ങച്ചം പറയുന്നവരാണ്. The people in this world who are wealthy, they tend to self-praise themselves. അവർ മില്യനേഴ്സ് ആണ്. അവർക്ക് ആസ്തികൾ ഈ രാജ്യത്തുണ്ട്, മറ്റു രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ വിലയേറിയ കാറുകൾ, മറ്റു കൊട്ടാരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ചിന്തിക്കുകയുള്ളൂ. താൻ നിസ്സാരനാണ് എന്നാരും ഒരിക്കലും ചിന്തിക്കുകയില്ല. The wealthy may proclaim the greatness of their assets and possessions, but they don't self-examine themselves to be considered wild in the presence of God. എന്നാൽ ധനികനായിരുന്ന യോബ് താൻ നിസ്സാരനാണ് എന്ന് മനസ്സിലായി. But the wealthy Job was able to self-examine him and say that he was a wild person. Psalms 103 verse 14-ൽ സങ്കീർത്തനക്കാരൻ പ്രകാരമാണ് പറയുന്നത്. Psalms 103 verse 14. അവിടെ നാം വായിക്കുന്നത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കും. Psalm 103 verse 14 talks about our frame. God knows our frame and remembers us as we are dust. ദൈവജനം പറയുന്നത്, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അതിന്റെ ലാസ്റ്റ് സെന്റൻസ് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നാം പൊടി എന്ന് അവൻ ഓർക്കും. The psalmist is reiterating, and that's where I want to emphasize, that we remember that we are dust. ഒരു പൊടിക്ക് എന്ത് വിലയുണ്ട്? What is the value of a dust? ശ്വാസം പോയാൽ പിന്നെ നാം വെറും പൊടിയായിട്ട് മാറും. If there is no breath in us, we're just basically dust. യോബ് ധനവാനായിരുന്നെങ്കിലും നാട്ടിലെ മഹാനായിരുന്നെങ്കിലും താൻ കേവലം നിസ്സാരനാണ് എന്ന് അവൻ മനസ്സിലാക്കി. Even though Job was a wealthy person, even though he was considered to be greatest, he considered himself to be the wild person
who didn't consider it to be of any significance. തനിക്ക് വന്ന കഷ്ടത കൊണ്ട് യോബ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. Because of his hardships, he was able to reveal this. അടുത്തതായിട്ട് നമുക്ക് ജോബ് ചാപ്റ്റർ 6:16 ഒന്ന് വായിക്കാം. ജോബ് 6:16. Job chapter 6 verse 16. അവിടെ നാം വായിക്കുന്നത് അതിന്റെ ലാസ്റ്റ് സെന്റൻസ് ആണ് വായിക്കുന്നത്. ഇംഗ്ലീഷിൽ അത് വ്യത്യാസമുണ്ട്. Job chapter 5 verse 16, I think. That's okay. Okay. 5:16. Yeah. Okay, 5:16. അവിടെ നാം വായിക്കുന്നത് അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്. ആദ്യത്തെ ആ ഒരു സെന്റൻസ് മാത്രം. അങ്ങനെ എളിയവന് പ്രത്യാശയുണ്ട്. So in Job chapter 5 verse 16, in terms of revealing his through his hardship, so the poor hath hope. അത് യോബ് പറയുന്ന ഒരു കാര്യമാണ്. യോബ് ഇവിടെ മനസ്സിലാക്കി താൻ എളിയവനാണ് എന്ന് യോബ് മനസ്സിലാക്കി. He's also considered himself to be poor. അപ്പോൾ താൻ നിസ്സാരനാണെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അവൻ എളിയവനാണ് എന്നും യോബ് ഇവിടെ മനസ്സിലാക്കി. He considered himself to be wild, and now the word of God reminds that he also considered himself to be poor. അടുത്തതായിട്ട് ജോബ് ചാപ്റ്റർ 5 verse 7 നമുക്കൊന്ന് പരിശോധിക്കാം. Yeah, Job chapter 5 verse 7. അവിടെ തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. It says in that verse, Job chapter 5 verse 7, yet man is born to trouble as the sparks fly upward. അവിടെ യോബ് മനസ്സിലാക്കിയ ഒരു കാര്യം, താൻ കഷ്ടതയ്ക്കായി ജനിച്ചവനാണ് എന്ന് അവൻ മനസ്സിലാക്കി. Job understood the fact that he was a man born into trouble, to face trouble. അതുകൊണ്ടാണ് യോബ് കഷ്ടത വന്നപ്പോൾ പതറിപ്പോകായിരുന്നു. That's why when he was experiencing trouble, he was not shaken. നമ്മൾ എത്ര പേർ അങ്ങനെ ചിന്തിക്കും, നമുക്കൊരു കഷ്ടത വരുമ്പോൾ ഞാൻ ജനിച്ചത് കഷ്ടതയ്ക്കായി എന്ന് യോബിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയുമോ? How many of us can think like Job to understand that our life will be faced with trouble, born into trouble? How can we face that situation like Job? നമുക്ക് രോഗം വരുമ്പോൾ, when we get illness, നമുക്ക് ദുഃഖം വരുമ്പോൾ, when we get sorrow, സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, financial difficulties, നമ്മുടെ വീട്ടിൽ ഒരു മരണം സംഭവിക്കുമ്പോൾ, when the passing of our beloved, ജോലിയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ, when we lose our job, PR കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ, when we don't get the permanent residency. ഞാൻ ജനിച്ചത് കഷ്ടതയ്ക്കാണ് എന്ന് യോബിനെ പോലെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല. When we understand the fact that we're born into trouble, like how Job examined himself, then we truly understand why this all happens. യോബ് ധനികനായിരുന്നെങ്കിലും കഷ്ടത വന്നപ്പോൾ അവൻ മനസ്സിലാക്കി താൻ കഷ്ടതയ്ക്കായി ഇവിടെ ജനിച്ചവനാണ് എന്ന് മനസ്സിലാക്കി. Even though he was the wealthiest, he was the greatest, he understood when trouble came, he was a man born into trouble. ഈ ഭൂമിയിൽ ജനിക്കുന്നവർക്ക് കഷ്ടതയുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കിയിരിക്കണം, പ്രത്യേകിച്ച് വിശ്വാസികൾ. You must understand the fact that when you are born into this world as a believer, you are born into trouble. എപ്പോഴും ജീവിതത്തിൽ സുഖവും സൗഖ്യവും ഉണ്ടാകും എന്ന് കരുതാൻ പാടില്ല. Don't always expect a rosy road, don't always expect comfort. You are born into trouble. പ്രത്യേകിച്ച് ദൈവം സ്നേഹിക്കുന്നു, especially for those who are loved by God. യോബ് ഇവിടെ എന്ത് കുറ്റം ചെയ്തുകൊണ്ടാണ് അവന് കഷ്ടത വന്നത്? What was the sin in Job that made him to go through this trouble? നമുക്ക് മറ്റൊരു വേദഭാഗം വായിക്കാം. ജോബ് ചാപ്റ്റർ 32 verse 21 നമുക്കൊന്ന് വായിക്കാം. Job chapter 32 verses 21. അവിടെ വായിക്കുന്നത്, ഞാൻ ഒരുത്തിൻ്റെയും പക്ഷം പിടിക്കുകയില്ല, ആരോടും മുഖസ്തുതി പറയുകയുമില്ല. Let me not, I pray, show partiality to anyone, nor let me flatter any man. യോബ് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ജോബിന്റെ ഒരു സ്വഭാവ വിശേഷം എന്ന് പറയുന്നത് അവൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കാത്തവനായിരുന്നു. So one of the characteristics of Job that is revealed to us, he was a man who did not show partiality to anyone. ആരോടും മുഖസ്തുതി പറയാത്തവനായിരുന്നു. He did not flatter anyone. നാം പലപ്പോഴും എന്താണ് ചെയ്യാറുള്ളത്? നമുക്ക് ഫേവറാവുന്ന ഭാഗത്ത് നമ്മൾ നിൽക്കും. We tend to have this tendency to lean towards who are favorable to us. നീതിയുടെയും നേരിന്റെയും ഭാഗത്ത് നാം പലപ്പോഴും നിൽക്കാറില്ല. We tend not to lean on to the side of justice and fairness. മാത്രമല്ല നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും മുഖസ്തുതി പറയുന്നവരായി. In order to accomplish what we need to achieve, we might flatter. എന്നാൽ യോബ് ഇവിടെ ഒരുത്തിന്റെയും പക്ഷം പിടിക്കാത്തവനായിരുന്നു. But Job was a person who did not show partiality to anyone. ആരോടും മുഖസ്തുതി പറയാത്തവനായിരുന്നു. And he did not flatter anyone. ഉള്ളത് ഉള്ളതുപോലെ പറയും.
He was a man who meant what he said. സത്യത്തിന്റെ ഭാഗത്ത് മാത്രം നിൽക്കുന്നു. He remained in the path of truth. ഇനി അടുത്തതായിട്ട് ഇയ്യോബ് മുഖാന്തരം ദൈവം എന്തൊക്കെയാണ് വെളിപ്പെടുത്തിയത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. Now we're going to look at, through the life of Job, what God has revealed to us. ഈ ദൈവം നമ്മളിൽ പലപ്പോഴും കഷ്ടത വരുമ്പോൾ ദൈവത്തിന് അതിൽ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. When troubles and hardships we encounter, God has a purpose and plan. അതിന് ഇയ്യോബിന് കഷ്ടത വരുത്തിയപ്പോഴും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടായി. When Job was faced with difficulty, God had a plan and a purpose. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ പലരും പറയും, ദൈവം ശിക്ഷിച്ചതാണ്, അവനെന്തോ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, അവനെ ദൈവം ശിക്ഷിച്ചതാണെന്ന് എപ്പോൾ വിധിക്കാറുണ്ട് പലപ്പോഴും പലരും. We tend to think that when we get hardships or trouble, it is a punishment from God. എന്നാൽ ഇവിടെ ഇയ്യോബ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ കഷ്ടത വരുത്തിയത് ദൈവം? What was the fault in Job that he had encountered this trouble? എന്നാൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. But God has a plan and a purpose. ഒന്നാമതായിട്ട് നാം ഇവിടെ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തി എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. The first aspect we're going to look at, through his hardship, God was revealing his power. നമുക്കൊരു വേദഭാഗം വായിക്കാം. ജോബ് ചാപ്റ്റർ 42 വേഴ്സ് 1 and 2 വായിക്കാം. ജോബ് 42 1 2. Job chapter 42 verses 1 and 2. അവിടെ വായിക്കുന്ന പ്രകാരമാണ്, അതിന് ഇയ്യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. Then Job answered the Lord and said, I know that you can do everything and that no purpose of yours can be withheld from you. ഇയ്യോബിന് കഷ്ടത വരുത്തിയതിന് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. In order to bring trouble into the life of Job, there was a plan and purpose from God. പലപ്പോഴും നമുക്കുണ്ടാകുന്ന കഷ്ടതകൾ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടായിരിക്കും. When we encounter difficulties and sufferings in our life, God has a plan to reveal his power. അല്ലാതെ അതൊരിക്കലും ഒരു ശിക്ഷയായിരിക്കും. It may not be, as you think, as a punishment from God. രണ്ടാമതായിട്ട് ദൈവം ഇവിടെ വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് സാത്താനെ ലജ്ജിപ്പിച്ചു എന്നുള്ളതാണ്. The second aspect is to disgrace or bring dishonor to Satan. ജോബ് ചാപ്റ്റർ 2 വേഴ്സ് 5-10 നമുക്കൊന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 2 5-10. അവിടെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. 5-10 അവിടെ വായിക്കുന്നത്, അവന്റെ പ്രാണനൊഴികെ ബാക്കിയെല്ലാം പിശാചിനെ ഏൽപ്പിച്ചു എന്ന് നമ്മുടെ കാണാൻ കഴിയും. We see that in the context of Job chapter 2 verses 5 and 10, God has given Job into the hand of Satan except his life. പ്രാണനൊഴികെ ബാക്കിയെല്ലാം പിശാചിനെ ഏൽപ്പിക്കുകയാണ് ദൈവം ചെയ്തത്. God has handed Job into the hand of Satan with the exception of his life. അവന്റെ എല്ലാം നഷ്ടപ്പെട്ടു. He lost everything. അവന്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. He lost all his wealth. മക്കൾ നഷ്ടപ്പെട്ടു. His children. അവസാനം രോഗബാധിതനായി. And he became ill. പക്ഷേ അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. But he did not reject God. അപ്പോൾ നമുക്ക് കഷ്ടത വരുമ്പോൾ അതിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. When we encounter difficulties and suffering, God has a plan and a purpose. അതാണ് ഇയ്യോബ് ഇവിടെ പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇത് ഇയ്യോബ് മനസ്സിലായി. That's why Job was to firmly say that God can do everything and none of his purpose will be withheld from God. ഇനി നമുക്ക് ഇയ്യോബും തനിക്ക് വന്ന കഷ്ടതകളെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. And we can think about some of the sufferings that he went through his life. കഷ്ടത ദൈവം ഇയ്യോബിന് അനുവദിച്ചു. God allowed trouble and suffering in the life of Job. 3 സൈഡിൽ നിന്നുള്ള കഷ്ടതയാണ് ഇയ്യോബിനുണ്ടായത്. He faced difficulty from 3 different angles. ഒന്ന് സാത്താനിൽ നിന്നാണ് അവനുണ്ടായത്. First one from Satan. നാം നേരത്തെ ചിന്തിച്ചു, സാത്താൻ അവന്റെ സ്വത്തുക്കളെല്ലാം നശിപ്പിച്ചു. We just looked at from the perspective of Satan destroying all his wealth. മക്കൾ നഷ്ടപ്പെട്ടു. He lost his children. അവന്റെ ശരീരത്തെ ബാധിച്ചു. His body was completely destroyed to a point where he was quite ill. രോഗബാധിതനായി. He was quite ill. സാത്താൻ വിചാരിച്ചത് ഇത്രയൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവൻ ദൈവത്തെ തള്ളിപ്പറയും എന്നാണ് സാത്താൻ കരുതിയത്. When Satan really crushed Job in this aspect, Satan thought that Job would reject God. പക്ഷെ സാത്താൻ ലജ്ജിതനായി, അവൻ പരാജിതനായി. So Satan was defeated and he was quite dishonored. രണ്ടാമതായിട്ട് ഇയ്യോബിന് ഈ പ്രതികൂലം നേരിടേണ്ടി വന്നത് സ്വന്തം ഭവനത്തിൽ നിന്ന്, സ്വന്തം ഭാര്യയിൽ നിന്നായിരുന്നു. The second difficulty that he had to encounter through his suffering was from his own household, from his wife. സാത്താൻ നേരിട്ട് ഇടപെട്ട് പരാജയപ്പെട്ടപ്പോൾ ഭാര്യയിൽ കൂടെ അവനെ തെറ്റിക്കാമോ എന്ന് ഒന്ന് നോക്കുകയാണ്.
When Satan himself got defeated, when he was trying to enter into the life of Job, now he's influencing through his wife. സാത്താൻ പലപ്പോഴും ഭാര്യമാരിൽ കൂടെ ഭർത്താവിനെ തെറ്റിക്കാൻ ശ്രമിക്കാറുണ്ട്. Satan, in this context, sometimes the wives may be of a negative influence to the husband. ഇവിടെയുള്ള ഭാര്യമാർക്ക് എന്നോട് യാതൊരു പ്രയാസവും തോന്നരുത്. ഇത് തിരുവനന്തപുരത്തിൽ പറയുന്ന ചില കാര്യങ്ങളാണ്. We're not implying it from the perspective of anyone here, but in this context, we're looking at the life of Job to see how Job's wife was of a negative influence in his life. അതിന് പല ഉദാഹരണങ്ങളും തിരുവനന്തപുരത്തിൽ പറയുന്നുണ്ട്. And there are many examples to further validate this. ഒന്നാമതായിട്ട് വാഗ്ദത്ത സന്തതിയെക്കുറിച്ച് ദൈവത്തിന്റെ കൽപ്പന സാറ വിശ്വസിച്ചില്ല. One example is the promised son, the promise that God gave to Abraham. Sarah did not believe in that. സാറ പറഞ്ഞു, എനിക്ക് 100 വയസ്സായി, ഇനി കുട്ടികൾ ഉണ്ടാകുമോ എന്നാണ് അവൾ ചോദിച്ചത്. Sarah's confusion was she was 100 years old and whether she was able to bear a child. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ സാറയാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. So this was coming from the father of faith, Abraham, and his wife Sarah was actually mentioning this. പക്ഷേ സാറയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒരിക്കലും പതറിപ്പോയില്ല. When Abraham heard this from his wife Sarah, he was not shaken. ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? What happened in the Garden of Eden? സാത്താൻ അറിയാം, നേരിട്ട് ആദമിന്റെ അടുക്കൽ ചെന്നാൽ കാര്യം നടക്കുകയില്ലെന്നറിയാം. In the context of Satan influencing directly Adam, that might not work. അതുകൊണ്ട് സാത്താൻ നേരെ ചെന്നത് ഹവ്വയുടെ അടുക്കലേക്കാണ്. So the Satan influenced Eve. അങ്ങനെ ആദമിനെയും വഴിതെറ്റിച്ചു എന്ന് കാണാൻ. And also Adam derailed from the path of God. ഇനി ശലോമോനെ കുറിച്ച് ചിന്തിക്കുക. ശലോമോനെ വഴിതെറ്റിച്ചത് മിസ്രയീമിലെ ഭാര്യമാരായിരുന്നു എന്ന് തിരുവനന്തപുരത്തിൽ പറയും. And we know about the life of Solomon and multiple wives who actually took him away from the path of God. ആഹാബിനെ വഴിതെറ്റിച്ചത് തന്റെ ഭാര്യയായ ഇസബേലായിരുന്നു. And we know about King Ahab and his wife Jezebel. ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി പോയി. We know about the story of Lot and his wife who turned back and she became a pillar of salt. എന്നാൽ ലോത്ത് തിരിഞ്ഞു നോക്കാൻ പോയില്ല. But Lot did not look back. ആ ഭാര്യയുടെ വഴിയെ ലോത്തും തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അദ്ദേഹവും ഉപ്പുതൂണായി പോയി. If Lot were to do the same thing as his wife did, he would have also turned into a pillar of salt. യോസേഫിനെ വഴിതെറ്റിക്കാൻ നോക്കിയതും ഒരു സ്ത്രീയായിരുന്നു. And also to derail Joseph from the path of God was also a female. പക്ഷേ അവിടെയും യോസേഫ് പതറിയില്ല, തെറ്റിപ്പോയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. And in that context, Joseph also remained faithful and did not derail from the path of God. തിരുവനന്തപുരം പറയുന്നുണ്ട്, നമുക്ക് സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ വളരെ ബലഹീന പാത്രങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. In the Word of God, it talks about women being a weak vessel. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പിശാച് ഇതേ രീതിയിൽ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. Maybe that is in the realm of being a weak vessel, Satan is able to influence them easily. പക്ഷേ വളരെ നല്ല സഹോദരിമാരെ കുറിച്ചും തിരുവനന്തപുരം പറയുന്നുണ്ട്. Yeah, and also the scripture talks about a lot of women who are worthy to be praised. രൂത്തിനെ കുറിച്ച് നമുക്കറിയാം. We know about the story of Ruth. എസ്തറിനെ കുറിച്ച് നമുക്കറിയാം. We know the story of Esther. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫേബ നല്ലൊരു സഹോദരിയായി നമുക്ക് കാണാൻ കഴിയും. We know about Feva. ഇങ്ങനെ ധാരാളം നല്ല സഹോദരിമാരെ കുറിച്ചും തിരുവനന്തപുരം പറയുന്നു. And talks about a lot of virtuous and righteous women in the scripture as well. ഇവിടെ രണ്ടാമതായിട്ട് യോബിന് പ്രതികൂലം നേരിടേണ്ടി വന്നത് സ്വന്തം ഭാര്യയിൽ നിന്നായി. So looking in the context of Job facing hardship from his Job wife. chapter 2 verse 10 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ സ്വന്തം ഭാര്യ യോബിന് പറയുകയാണ്, ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കാൻ ഭാര്യ ആവശ്യപ്പെടുകയാണ്. His wife asked him to curse God and die. ഭാര്യ അദ്ദേഹത്തോട് പറയുകയാണ്, നീ ദൈവത്തെ തള്ളിപ്പറയും. Reject God, curse God. പക്ഷേ യോബിന്റെ പ്രതികരണം എന്തായിരുന്നു? What was Job's response to his wife? നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത് എന്താണ് എന്നാണ് യോബിന്റെ മറുപടി. Job addressed that in this manner. He called her a foolish woman. അതുകൊണ്ട് ഭാര്യയുടെ വാക്കുകളും അവനെ തളർത്തിയില്ല. So his wife was not able to influence him, and her words were not heeded by Job. ഇനി മൂന്നാമതായിട്ട് യോബിന് പ്രതികൂലം നേരിടേണ്ടി വന്നത് സ്വന്തം ആശ്വാസകന്മാരിൽ നിന്നാണ്, സ്വന്തം സുഹൃത്തുക്കളിൽ നിന്നായിരുന്നു. The third difficulty that he faced during his hardship was from his friends. Job chapter 16 verse 2.
ഇപ്രകാരം വായിക്കുന്നു. Job chapter 16 verses 2. അവിടെ വായിക്കുന്ന പ്രകാരമാണ്, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. Okay, so verse 2 talks about his friends, and they're addressed here as miserable comforters. അപ്പോൾ ഇയ്യോബിന് പ്രയാസം വന്നപ്പോൾ ഇയ്യോബിനെ ആശ്വസിപ്പിക്കാനായിട്ട് ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നു. As we may know, when he was going through difficulties, Job was going through difficulties, his friends came to console him and comfort him. എന്നാൽ അവരെ കുറിച്ച് എന്താണ് ഇയ്യോബ് പറയുന്നത്? നിങ്ങൾ എല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. And how they are being addressed by Job are the ones who are called miserable comforters. യഥാർത്ഥത്തിൽ ഇവർ ആശ്വസിപ്പിക്കാൻ വന്നവരാണെങ്കിലും അവർ ഇയ്യോബിനെ വ്യസനിപ്പിക്കുകയാണ് ഉണ്ടായത്. Yeah. So even though they came, the friends came to console and comfort Job in his hardship, but they became quite miserable and they were providing more discomfort than comfort to Job. നമുക്കും ഇതുപോലെ തന്നെ കഷ്ടത നേരിടുമ്പോൾ പലപ്പോഴും നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് വിചാരിക്കുന്നവരിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഇതുപോലെ പ്രതികൂലം നേരിടേണ്ടി വരും. We also face very similar situations where we sometimes go through hardships and we expect certain people to be a source of encouragement and comfort, but we may encounter otherwise. യോബിനെ സംബന്ധിച്ച് പിശാചിൽ നിന്നും സ്വന്തം ഭാര്യയിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം കൂട്ടുകാരൻ ആശ്വാസകന്മാരിൽ നിന്നും എല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടു. Job, in the midst of his difficulties, did not get any comfort from Satan, from his wife, and also from his friends. എന്നാൽ ഇയ്യോബ് ഇതിലൊന്നും പതറിയില്ല. But Job remained firm. അവൻ അവന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. He remained firm in his faith. ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കഷ്ടതയിലേക്കാണ് ഞങ്ങളിവിടെ വന്നിറങ്ങിയത്. When I look back upon my life, I encountered a lot of difficulty when I transitioned into Canada. 2-3 വർഷക്കാലം ഞങ്ങൾ ജോലിയില്ലാതെ വളരെ പ്രയാസപ്പെട്ടു. For 2-3 years we didn't have any job. ചിലരൊക്കെ ഞങ്ങളെ ഉപദേശിച്ചു, ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. Many suggested us to return back to India. ഇവിടെ നിന്നിട്ടും വലിയ കാര്യമില്ല എന്ന് ചിലരൊക്കെ പറയുന്നു. We got advice that there's no point in staying in Canada anymore. മാത്രമല്ല എനിക്ക് നാട്ടിലൊരു ജോലി ഉണ്ടായിരുന്നു. Also I had a job back in India. അത് ഈ സമയത്തിനുള്ളിൽ അത് നഷ്ടപ്പെടുകയും ചെയ്തു. And I lost that job. അപ്പോൾ അവിടെയും ജോലിയില്ല, ഇവിടെയും ജോലിയില്ല. So I didn't have any job there and I didn't have any job here as well. മാത്രമല്ല രോഗം, മരണം ഇതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. And we faced a lot of difficulty in the context of passing away and also illness that we had to encounter when we transitioned into Canada. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ചിന്ത ഇതേപോലെ ഞങ്ങളെ വരട്ടിയിരുന്നു. We were quite worried that what is the next step? How do we progress from here? പലപ്പോഴും ആശ്വാസകന്മാർ വ്യസനിപ്പിച്ചു. Yeah, so those who came to comfort actually caused more discomfort than comfort. പലരും തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. Those who expected to provide comfort suggested us to return back. ഇവിടെ എങ്ങനെ ജോലി കിട്ടും എന്നൊക്കെ പലരും നമ്മളോട് ചോദിച്ചു. Many kept on asking, how are you able to find a job in Canada? പക്ഷെ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഇയ്യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. I can strongly say that the God of Job still lives. Hallelujah. ഇയ്യോബിനെ നോക്കി പുറപ്പെട്ടതുകൊണ്ട് എനിക്ക് വളരെയധികം പ്രചോദനം ആ സമയങ്ങളിൽ നൽകിയത് ഇയ്യോബിന്റെ ജീവിതമായിരുന്നു. When I look back into my life and when I consider Job as one of the characters, he gave me comfort and his character. ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുവാനിടയായി തീർന്നില്ല. Not able to reject God at all by Job. വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. He remained firm in his faith. ആ സമയത്തും നാം സുവിശേഷം എല്ലാവരോടും പറയുകയുണ്ടായി. Even in the midst of that suffering, I was able to proclaim the gospel to many. ഞങ്ങളൊന്നായിരുന്ന ഹോസ്പിറ്റലുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കുവാനിടയായി തീർന്നു. When I was in the hospitals, in and out of the hospital, I was still able to proclaim the goodness of the Lord to many within that context. പലപ്പോഴും ആ സമയത്ത് എന്നോട് ചോദിച്ചു, ബാബു ബ്രദർ ഒരിക്കലും അവിടെ കരയുന്നത് കണ്ടില്ലല്ലോ. ഞങ്ങളുടെ കുട്ടി മരിച്ചു കിടക്കുന്ന സന്ദർഭത്തിലൊക്കെ ബാബു ബ്രദർ കരയുന്നത് കണ്ടില്ലല്ലോ എന്ന് പലരും എന്നോടൊന്ന് ചോദിച്ചു. Many asked me, how come I did not shed a tear when my dear daughter passed away? പക്ഷേ നാം ഇവിടെ ഇയ്യോബ് കരഞ്ഞതായിട്ട് നാം ഒരിക്കലും വായിക്കുന്നില്ല.
Same way in the scripture, we do not see Job crying. യോബ് തനിക്ക് കഷ്ടത വരുത്തിയത് എന്തുകൊണ്ടാണ് എന്ന് അവൻ മനസ്സിലാക്കി. Job really understood why he was going through this trouble. തീർച്ചയായിട്ടും ഇയ്യോബിന്റെ ജീവിതമാണ് എന്നെയും വിശ്വാസത്തിൽ പിടിച്ചു നിർത്തിയത് ഉറപ്പിച്ചതും എന്ന് എനിക്കിവിടെ ധൈര്യമായിട്ട് പറയാൻ പറ്റും. I firmly assure you that the life and the character of Job really provided me to further solidify my faith when I went through hardships. നമുക്ക് റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 3 ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 3. അവിടെ നാം വായിക്കുന്നത് കഷ്ടത അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നാണ്. We see in Romans chapter 5 verses 3 we talked about tribulation which leads to perseverance, and perseverance leads to character, and character leads to hope. അതിന്റെ 4-ാം വാക്യം കൂടി നമുക്ക് വായിക്കാം. 5-ന്റെ ഈ സെയിം ചാപ്റ്റർ വേഴ്സ് 4. അവിടെ നാം വായിക്കുന്നത് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു എന്നാണ് വായിക്കുന്നത്. We can glory in our tribulations. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കും. So the sequence is the tribulation bringing perseverance, perseverance character, character leads to hope. അപ്പോൾ കഷ്ടത വരുമ്പോൾ നമുക്ക് സഹിഷ്ണുതയുണ്ടാവും. When we get tribulations, it leads to perseverance. അപ്പോസ്തലൻ പറയുന്നത് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. We're able to glory in tribulations. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നവരായിരിക്കണം. We ought to be able to glory in tribulations. ഞാൻ അടുത്തിടെ ഒരു ക്യാൻസർ വന്ന ഒരു സഹോദരിയോട് സംസാരിച്ചു. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. I was able to meet a person who was diagnosed with cancer, and I said I will pray for that sister. പക്ഷേ ആ സഹോദരി യാതൊരു മറുപടിയും പറഞ്ഞില്ല, വളരെ മൗനമായിട്ട്. The sister did not respond, she remained silent. ഞാൻ ദൈവവചനത്തിൽ നിന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു, പക്ഷേ യാതൊരു മറുപടിയും ആ സഹോദരിയിൽ നിന്നുണ്ടായിരുന്നില്ല. I mentioned a lot of things from the Word of God to comfort her, but her response was quiet. She remained silent. ആ സഹോദരിയുടെ പ്രത്യാശ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു. She lost all her hope. എന്നാൽ മറ്റൊരു ക്യാൻസർ വന്ന ഒരു സഹോദരൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞായിട്ട് ഞാൻ കേട്ടു. ക്യാൻസറിനായ സ്തോത്രം എന്ന് അദ്ദേഹം പറഞ്ഞായിട്ട്. I heard through a friend of mine about another person who was diagnosed with cancer, and the response of that brother was, I praise God for the diagnosis of cancer. അപ്പോൾ ഈ സഹോദരൻ ചോദിച്ചു, എന്താണ് സഹോദര ഇത്ര ഭീകരമായ ഒരു അസുഖം വന്നു എന്നറിഞ്ഞപ്പോൾ താങ്കൾ എന്തായി സന്തോഷിക്കുന്നത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. The question my friend asked, how can this person who's diagnosed with such a terminal illness be happy? അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇതായിരുന്നു, എനിക്ക് കർത്താവിനെ എത്രയും പെട്ടെന്ന് കാണാൻ സാധിക്കുമല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. The response of the brother who was diagnosed with this terminal cancer was, I am able to see my Lord and Savior Jesus Christ soon. ഇതാണ് കഷ്ടങ്ങളിലും പ്രശംസിക്കുക എന്ന് പറയും. This is what it means by glory in tribulations. തീർച്ചയായിട്ടും യോബ് അത്തരക്കാരനായി. And Job was a perfect example of this. ഈ കഷ്ടത മൂലം യോബിൽ വെളിപ്പെട്ട ചില ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കൊന്ന് ചിന്തിക്കാം. What are some of the positive things or benefits through his hardships that are revealed in the Word of God? ഒന്നാമതായിട്ട് അവന്റെ വിശ്വാസം എന്നുള്ളതായിരുന്നു. The first thing is about his faith. നമുക്ക് ജോബ് ചാപ്റ്റർ 13 വേഴ്സ് 15 ഒന്ന് വായിക്കാം. 13:15. അവിടെ വായിക്കുന്ന പ്രകാരമാണ്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. Job chapter 13 verses 15, though he slay me, yet will I trust him. Even so I will defend my own ways before him. നമുക്ക് എത്ര പേർക്ക് ഇതുപോലെ പറയാൻ കഴിയും? How many of us can surely say this? അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. Even if he slays me, how many of us can say that we trust in our God? ആ സമയത്തും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. I will still defend my ways before him. ആ ഒരു ഉറച്ച വിശ്വാസം യോബ് ഇവിടെ നമുക്കിവിടെ കാണാൻ കഴിയും. And Job exhibited that firm faith in God. കഷ്ടത മരണത്തിലേക്ക് നയിച്ചിട്ടും ദൈവത്തിലുള്ള വിശ്വാസം യോബ് വിട്ടുകളഞ്ഞില്ല. Even though his hardships are leading to death, cessation of his life, Job firmly assured his faith in God. ഉറപ്പേറിയ വിശ്വാസം, ഇളകാത്ത വിശ്വാസമായിരുന്നു യോബിന്റെ.
Firm faith, unshakable faith was his character. അടുത്തതായിട്ട് യോബിൽ വെളിപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് ഉറച്ച തീരുമാനം എടുക്കുന്നവനാണ്. ഉറച്ച തീരുമാനം. The second benefit that we see in him was he was a man who takes on firm decisions. അവിടെ 13:15 തന്നെ നാം വായിക്കുന്നുണ്ട്, ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. In 13 verses 15, I will still trust in him. അത് യോബിന്റെ ഒരു ഉറച്ച തീരുമാനമാണ്. This was a firm decision made by Job. ഈ ജോബ് ചാപ്റ്റർ 27:5 നമുക്കൊന്ന് വായിക്കാം. ജോബ് ചാപ്റ്റർ 27:5 അവിടെ വായിക്കുന്നത്, എൻ്റെ ലാസ്റ്റ് സെന്റൻസ്, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയില്ല. So the latter part of that same verse, it says, I will not remove my integrity from me. ഞാൻ മരിക്കുന്നതുവരെ എൻ്റെ നിഷ്കളത്വം ഉപേക്ഷിക്കുകയില്ല. The key part is, till I die, I will maintain my integrity. യോബിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. This was a firm decision. ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്ത ചിലരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. We know those who took on some firm decisions from the Word of God. ഒന്നാമതായിട്ട് ശദ്രക്ക്, മേശക്ക്, അബ്ദനോയുടെ തീരുമാനം. അവരുടെ തീരുമാനം വളരെ കുറച്ചതായിരുന്നു. We know about the story of Shadrach, Meshach and Abednego, who took on firm decision. അവിടെ ഡാനിയേൽ ചാപ്റ്റർ 3 വേഴ്സസ് 17-18 അവിടെ പറയുന്ന ഇപ്രകാരമാണ്. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഡാനിയേൽ ചാപ്റ്റർ 3:17-18 വായിക്കുമ്പോൾ, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും. So in the context of Shadrach, Meshach and Abednego, they made a firm decision that they will not worship anyone other than God, even if they go through the fiery furnace. മരണത്തിലേക്കാണ് അവർ പോകുന്നത് എന്നറിഞ്ഞിട്ടും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. They knew they were about to encounter death, but they remained firm in their decision. യോബ് അതുപോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു. And Job was an example very similar to this. ദാനിയേലിന്റെ തീരുമാനവും ഇതുപോലെ ഉറച്ചതായിരുന്നു. And Daniel also demonstrated the same firm decision. ഡാനിയേൽ ചാപ്റ്റർ 1 വേഴ്സ് 8 വായിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവർ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. So in the context of Daniel, he purposed in his heart not to defile himself with the delicacies of the king nor the wine. രാജാവിന്റെ ഭോജനം കഴിച്ച് താൻ അശുദ്ധനാകില്ല എന്ന ഒരു ഉറച്ച തീരുമാനം അവിടെ ദാനിയേൽ എടുക്കുന്നു. Daniel made a firm decision not to defile himself by partaking in the king's delicacies nor wine. മാത്രമല്ല, ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ നമസ്കരിക്കണം എന്ന രാജകൽപ്പന നിരസിച്ച് ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ നമസ്കരിക്കൂ എന്ന് ഉറച്ച തീരുമാനം ദാനിയേൽ എടുത്തു. Daniel was quite firm in his decision to worship one true living God only. സിംഹങ്ങളുടെ ഗുഹയിൽ ഇടുമെന്നറിഞ്ഞിട്ടും ദാനിയേലിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. Even in the proclamation of being in the lion's den, Daniel remained firm in his decision to serve only one true living God. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരും, ആപത്ത് വരും എന്നറിയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകുമോ? When we encounter, or when we are about to encounter any hardships or trouble, what happens to our decisions? നിങ്ങളോട് ഒരു ഭരണാധികാരി പറയുകയാണ്, ഈ ദൈവത്തെ ഈ നിമിഷം തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നിന്നെ വെടിവെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? If somebody is in higher power is about to say to you that if you do not reject your God, I will take your life, what will be your decision? എത്ര പ്രതികൂലത്തിലും നമ്മുടെ തീരുമാനം ഉറച്ചതായിരിക്കണം. In the midst of any oppositions, let your decision be firm. ജോസഫിന്റെ തീരുമാനവും വളരെ ഉറച്ചതായിരുന്നു. The decision of Joseph was also quite firm. അവിടെ ജെനീസസ് ചാപ്റ്റർ 13:9 വേഴ്സ് 9 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന പ്രകാരമാണ്, ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യയാകിയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് നിരോധിച്ചിട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. When Joseph was tempted by his master's wife, he made a firm decision that not to sin against God. യോസേഫിന് ആ വീട്ടിൽ, യജമാനന്റെ വീട്ടിൽ പ്രഥമ സ്ഥാനം ഉണ്ടായിരുന്നു.
Joseph was given a very higher position in that household. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, താൻ ജയിലിൽ പോകേണ്ടി വരും എന്നറിഞ്ഞിട്ടും തൻ്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചു. Even though he knew the consequences of not obeying, he remained firm in his decision. അതുകൊണ്ട് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് എൻ്റെയും നിങ്ങളുടെയും തീരുമാനങ്ങൾ മാറുന്നുണ്ടോ? The question really is, depending on your circumstances, does your decisions waver? ഇയ്യോബ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. But Job remained firm in his decision. ഇനി ഇയ്യോബിന്റെ പ്രത്യാശ എന്തായിരുന്നു നമുക്കൊന്ന് ചിന്തിക്കാം. Now let's look at the hope that Job had. Job chapter 19 verse 25 നമുക്കൊന്ന് വായിക്കാം. Job chapter 19 verse 25. അവിടെ വായിക്കുന്നത് പ്രകാരമാണ്: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. The hope that Job had, Job chapter 19 verses 25, that he knew his Redeemer lives and he shall stand at the latter day upon the earth. ഇയ്യോബിന് കഷ്ടത വന്നപ്പോഴും ഇയ്യോബിനുണ്ടായിരുന്ന പ്രത്യാശ ഇതായിരുന്നു. Even in the midst of all his hardships, his hope remained this: എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. My Redeemer lives, hallelujah. അവൻ ഒടുമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. And latter day he will stand upon the earth. അവൻ ഈ ലോകത്ത് വരും, ഞാൻ അവനെ കാണും, അവന്റെ മുഖം കാണും എന്നുള്ള ഒരു പ്രത്യാശ ഈ യോബിനുണ്ട്. He knew he was going to come back and he will see his Redeemer's face. ഈ പ്രത്യാശയാണ് യോബിന്റെ വിശ്വാസത്തെ നിലനിർത്തിയത് നമുക്ക് കാണാൻ കഴിയും. This hope he had in himself was the foundation of his faith. ഈ സെയിം ചാപ്റ്റർ 19 വേഴ്സ് 27 ഇപ്രകാരം വായിക്കുന്നു. അവിടെ ഞാൻ തന്നെ അവനെ കാണും, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും എന്ന് നമ്മുടെ വായിക്കുന്നു. So Job chapter 19 verses 27 says, whom I shall see for myself and my eye shall behold. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം കാണും എന്നുള്ള പ്രത്യാശ യോബിനുണ്ടായിരുന്നു. I will see my Redeemer's face with my own eyes. Amen. നമ്മുടെ പ്രത്യാശ എന്താണ്? What is our hope? കഷ്ടത വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രത്യാശ എന്താണ്? When we are faced with troubles and tribulations, what is our hope? കഷ്ടതയിലും തളരാതെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ പ്രത്യാശ എന്താണ്? What is the foundation of your hope in the midst of tribulations? തിരുവചനം പറയുന്നുണ്ട്, അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. The word of God says he will wipe away the tears from our eyes. അവന്റെ ശോഭയേറിയ മുഖം നാം ദർശിക്കും. We will see his glorious face. നാം അവനോടൊപ്പം ഈ ലോകത്ത് വാഴും. We will reign with our Savior. നാം ജാതികളെ ഭരിക്കും. We will be given authority over nations. ജീവവൃക്ഷത്തിന്റെ ഫലം അവൻ നമുക്ക് തിന്മാൻ തരും. We will eat from the fruit of the tree of life. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം തരും. Our Lord and Savior will provide us with the rewards according to our deeds. ഇങ്ങനെ യോബിനെ പോലെ ഏതൊരു പ്രത്യാശയും നമുക്കുണ്ട്. Like Job, we also have that same hope. എങ്ങനെയാണ് നാം കഷ്ടതയിൽ തളരുന്നത്? And how can we be so wavering in our troubles and tribulations? വിശ്വാസം കാത്ത യോബിനെ ദൈവം മാനിച്ചു എന്ന് കാണാൻ കഴിയും. The one who maintained his faith in God was honored by God. നാം 1 Samuel chapter 2 verse 13 ഇപ്രകാരം വായിക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ ഒരു സെന്റൻസ് മാത്രം ഞാൻ പറയാം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. Lord God said in 1 Samuel chapter 2 verses 30, for that who honor me, I will honor you. യോബ് ദൈവത്തെ മാനിച്ചു, വിശ്വാസം കാത്തു, അതുകൊണ്ട് ദൈവം യോബിനെയും മാനിച്ചു. Job remained firm in his faith without wavering hope, and God honored him. ദൈവം യോബിനെ എല്ലാം ഇരട്ടിയായി കൊടുത്തു. God gave him double the portion of everything that he lost. യോബ് 4 തലമുറയെ കണ്ടു. He was able to see 4 generations. വൃദ്ധനും കാലസമ്പൂർണനുമായിട്ടാണ് അവൻ മരിച്ചത്. He died in a very old age. തീർച്ചയായിട്ടും യോബ് നമുക്ക് നല്ലൊരു പാഠപുസ്തകമാണ്. He is a learning example for each one of us. നാം ജീവിതത്തിൽ പല കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ്. We are going through so many difficulties and tribulations in our life. രോഗം, ദുഃഖം, കഷ്ടത, പട്ടിണി, ജോലിയില്ലായ്മ ഇതൊക്കെ നമ്മളെ തളർത്തും. Illness, sorrow, financial difficulties, lack of job, all will drain our power from us. എന്നാൽ ഇതിലൊന്നും നാം തളരരുത്. Don't waver and don't get tired by it. യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്.
The God of Job still lives. Amen. ഇന്ന് ഇപ്പം ഞാനും അതിനൊരു സാക്ഷിയാണ്. And the brother himself is a testimony to that. ഞാൻ നേരത്തെ നിങ്ങളോട് ഓർപ്പിച്ചല്ലോ, നിങ്ങൾക്ക് എങ്ങനെയുള്ള ജോലി കിട്ടും, നിങ്ങൾ തിരിച്ചു പോകണം, ഇവിടെ ജീവിക്കും, എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. When I encountered difficulty in my life, I was asked a lot of discomforting questions after questions about how do we proceed from here. പക്ഷെ ഞാനിന്ന് വളരെ നന്ദിയോടുകൂടി തന്നെ പറയാം, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തി. But with all confidence, with all thanksgiving in my heart, I can say that God has worked in our lives. ഞങ്ങൾക്കെല്ലാം ദൈവം തന്നു. God gave us everything. അതുകൊണ്ട് എനിക്കിന്ന് ധൈര്യമായിട്ട് പറയാനായിട്ട് കഴിയും, യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നതാണ്. So I can boldly proclaim that the God of Job still lives. Amen. നിങ്ങൾ ഏതൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിലും യോബിനെ പോലെ നിങ്ങളുടെ വിശ്വാസം കാത്താൽ, ദൈവത്തെ മാനിച്ചാൽ, ദൈവം നിങ്ങളെയും മാനിക്കും. Whatever the circumstances may be, without faltering, without wavering, if you remain firmly in your decisions and in your faith, God will honor you. യോബിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നതാണ്. God of Job still lives. എന്നാൽ യോബിനെ പോലെ ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? Are you the God of Jacob lives, but are you ready to be like a Job? ദൈവം അതിനിടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May in the days to come, let us demonstrate what Job has demonstrated in his life, for us to remain faithful in our God, so that we may bring honor to his name, and he will honor us back. May his name be glorified. Beloved Heavenly Father, we thank you and praise you for giving us another opportunity to be in your presence, Lord. Lord, you reminded us who you are, a God who is self-sufficient, who still reigns on the throne. Hallelujah. A God who still lives. That is what we heard. In the midst of many different circumstances, Lord, you remain a constant God. Even though we change, you are an unchanging God. We believe in that, Lord. Thank you so much for reminding us through the life of Job what a man could endure to the utmost from a physical perspective. A man who lost everything, yet remained hopeful, faithful in the midst of tribulations. And thank you for enabling Brother Baba Jacob to expound from the Word of God and preparing him, and thank you for illuminating him by your Spirit, Lord. Through his own testimony, he was able to relate, and through the Word of God, he was empowered through the life of Job to remain faithful. And Lord, what a testimony that we heard, that even in the midst of passing away, even in the midst of changing circumstances, we remain faithful, because we know a God who will not leave us nor forsake us. And we have this great hope that my Redeemer lives, and we will indeed see his glorious face one day. What a hope we have, Lord. We serve a living God. And thank you for reminding us that over and over again. Help us to be firm in our decisions, Lord. Help us to be firm in our faith in you, Lord, to serve you alone and you alone, Lord, in the days to come. We understand that there's a lot of difficulties and tribulations that each member of this assembly experiences. But Lord, you are a reigning God. You are a ruling God. You indeed lives, and we submit and we lean on to you, Lord. Help us to be faithful in the days to come, Lord. Thank you for enabling me to translate to the best of my ability. It is all glory belongs to you. All power belongs to you, Lord. As we depart from here, be with us for the rest of the services, Lord, that your name alone be glorified. Thank you for listening to our prayer. Forgive all our shortcomings. We ask all these things in the precious name of our Lord and Savior, Jesus Christ. Amen. Okay, thank you.